നമസ്കാരം. ഓവ് ഇന്ത്യ ന്യൂസിലേക്ക് സ്വാഗതം. വർഷങ്ങളായി അഴിമതിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന 70 വയസ്സുകാരനായ അലോഷി മൂവാറ്റുപുഴ എന്ന വ്യക്തി അദ്ദേഹത്തിന് നേരിട്ടുള്ള അഴിമതി, നേരിട്ടറിയുന്ന ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട്, ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരത്ത് ചീഫ് ഫോറസ്റ്റ് ഓഫീസിൽ വരികയും അവിടെ ഉദ്യോഗസ്ഥരുമായി ആ അഴിമതിയുമായി ബന്ധപ്പെട്ട രേഖകൾ കാണിച്ച് സംസാരിക്കുകയും ചെയ്തതിൻ്റെ ചില തിക്ത അനുഭവങ്ങളാണ് അദ്ദേഹത്തിന് ഇന്ന് നമ്മളോട് പറയാനുള്ളത്. പറഞ്ഞോളൂ. ഞാൻ ഒരു വർഷം മുമ്പ് ഫോറസ്റ്റ് ഓഫീസിൽ കൊടുത്തിരുന്ന ഗവൺമെൻറ് സെക്രട്ടറിക്ക് കൊടുത്ത പരാതി, ഫോറസ്റ്റിൽ ആ പരാതിയായിട്ട് അന്വേഷിച്ച ഒരു വർഷമായിട്ട് ഞാൻ അന്വേഷിച്ച് വന്നപ്പോൾ APCCയുടെ ഓഫീസിൽ ചെന്നപ്പോൾ ഈ ഫയൽ കാണിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെയൊരു ഫയൽ അവിടെ വന്നിട്ടില്ല. അതനുസരിച്ച് ഞങ്ങളിത് ഈ കൊടുക്കുന്നതിന് ഒരു മാസം മുമ്പ് ഗവൺമെൻറ് സെക്രട്ടറിക്ക് മറ്റ് തെറ്റായ ഒരു ഫയൽ നമ്പറും തന്ന് എന്നെ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഒഴിവാക്കി വിട്ടു. ഞാനിത് ഗവൺമെൻറ് സെക്രട്ടറി എടുത്ത് വീണ്ടും ഈ പേപ്പറൊക്കെ ആയിട്ട് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് 2024 വന്നതിന് ശേഷം മിനിസ്റ്റർ കണ്ടിട്ടുണ്ട്, ചീഫ് സെക്രട്ടറി കണ്ടിട്ടുണ്ട്, ബാക്കി അതുപോലെ തന്നെ മിക്ക ഓഫീസുകളിൽ വരുന്നുണ്ട്, അനക്സ് 2 ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ പറയുകയാണ് അവിടെ നിന്ന് വീണ്ടും APCCയുടെ ഓഫീസിൽ ഫയലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തെറ്റായ ഫയൽ നമ്പറാണ് എനിക്ക് തന്നത് എന്ന് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് കിട്ടി. അപ്പോൾ ആ തെറ്റായ നമ്പറിൽ എനിക്ക് തന്നപ്പോൾ മാനസികവും ശാരീരികമായിട്ടുള്ള ഒരു പീഡനം പോലെയായി എനിക്ക്. അപ്പോൾ ഇവർ പുകഴ്ത്തി വയ്ക്കുക, ഇവർ വലിയ ഒരു അഴിമതി വയ്ക്കുക. അപ്പോൾ എനിക്ക് ഗവൺമെൻറ് സെക്രട്ടറിയുടെ പേപ്പർ അനുമതി കിട്ടിയാൽ മാത്രമേ എനിക്ക് വിജിലൻസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തേക്കുന്നത് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കേസ് ഇത് കോടനാട് മാനിനെ വളർത്തിയതും മ്ലാവിനെ വളർത്തിയതിലും അഴിമതി എണ്ണം കൂടുതൽ കാണിച്ച് 75 ഉണ്ടായിരുന്നു. അതിങ്ങനെ 200 പേരും മൃഗങ്ങളെ കാണിച്ചുകൊണ്ട് ഒരു മാസം 830 വെച്ച് ഒരു മൃഗത്തിന് അതിൻ്റെ തീറ്റക്കൂലി എഴുതിയെടുത്തു. അത് വലിയ ഭീമമായി 7 വർഷം അത് ചെയ്തു. വീണ്ടും അത് റേഞ്ച് ഓഫീസറോട് സ്ഥലം മാറി വന്ന് ഈ 7 വർഷം കഴിഞ്ഞപ്പോൾ വേറൊരു റേഞ്ച് ഓഫീസർ വന്നപ്പോൾ അദ്ദേഹം സംശയം തോന്നി. വാച്ചറെ കൊണ്ട് എണ്ണിച്ചപ്പോൾ 70-75 മൃഗങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് അഴിമതി കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സർക്കാർ അറിയിക്കുകയും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി സ്വമേധയാൽ ഇവരുടെ പേരിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥ ധനിക്കലാലിൻ്റെ പേരിൽ. അതുകൂടാതെ അനീഷ സിദ്ദിഖിൻ്റെ കൂട്ടത്തിൽ വന്നു. കാരണം നിലമ്പൂരിൽ ഇരുന്നപ്പോൾ ചന്ദനം മുറിച്ചതും വെള്ളപ്പൊക്കത്തിൽ 5-8 ലോഡ് തേക്കന്തടിയും വീട്ടുതടിയും പോയതായിട്ടും അവർ രേഖാമൂലം പറയുകയുണ്ടായി. അതിൽ തന്നെ ഭയങ്കരമായ ഒരു അഴിമതി അവർ നടത്തിയിട്ടുണ്ട്. ഇതിനും അവരുടെ പേരിൽ അനീഷ സിദ്ദിഖിൻ്റെ പേരിൽ കേസെടുക്കുകയും 6 മാസം സസ്പെൻഷനിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അവർ 2 പേരെയും പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ കീഴിലുള്ള 4-5 ഉദ്യോഗസ്ഥന്മാരെ അവർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. വർഷം ഒന്ന് കഴിഞ്ഞു. അവർക്കിപ്പോൾ ജോലിയില്ലാതിരിക്കുക. തെറ്റ് ചെയ്തവർ, പണമുണ്ടാക്കിയവർ, അവർ 2 പേരും ഇന്ന് സുഖമായി ജീവിക്കുന്നു. നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവർ അവർ ജോലിയില്ലാതായി ഇരിക്കുകയാണ്. അതിനെതിരെയാണ് ഞാൻ ഹൈക്കോടതിയിൽ വിജിലൻസ് കോടതിയിൽ ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത്, കേസ് ഫയൽ ചെയ്തു. എനിക്ക് ഓർഡർ കിട്ടാത്ത കേസ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിന് ഓർഡർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആണ് ഞാനിവിടെ വന്നത്. അത് കിട്ടാത്ത പക്ഷം നാളെ കാലത്തെ 11 മണിയോടുകൂടി 10 മണി 10:30 മണിയോടുകൂടി സെക്രട്ടേറിയറ്റ് പടിയിൽ ഞാൻ സൂചനാ സത്യാഗ്രഹം നടത്തുന്നതാണ്.